ഇനി ഒരാഴ്ച മാത്രം. എക്സിറ്റ് പോളുകൾ പോലും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിനകം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് തീയതി നിശ്ചയിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുന്ന ഒരു വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ മംഗളം ദിനപത്രത്തിൽ എസ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. റിപ്പോർട്ട് പ്രകാരം ഭരണ തുടർച്ച ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് 5 തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തലൊരുക്കാൻ നിർദ്ദേശം നൽകിയതായി സൂചന. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലുകൾ മുഖ്യമന്ത്രിക്കും CPM-നും ആത്മവിശ്വാസം നൽകുന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം പ്രമുഖ ചാനലുകൾ എല്ലാം എക്സിറ്റ് പോൾ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും 4 സംസ്ഥാനങ്ങളിലേക്കുള്ള അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 29 കഴിഞ്ഞതിന് ശേഷം അവ പുറത്തുവിടാൻ കഴിയൂ. അതിനാൽ ഇപ്പോഴുള്ള കണക്കുകൾ എല്ലാം അടച്ചുപൂട്ടിയ വിലയിരുത്തലുകളിലാണ് അധിഷ്ഠിതമാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഔദ്യോഗിക ഫയലുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ ഉണ്ടായ സംഭാഷണവും ഈ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നതായാണ് സൂചന. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്നതിനാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷമേ തീരുമാനമെടുക്കാവൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന സൂചനയും ഇതിലൂടെ ലഭിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴിവെച്ചു. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് ആത്മവിശ്വാസം പകരുമ്പോൾ മറുവശത്ത് നിരവധി സംശയങ്ങളും ഉയരുന്നു. പ്രധാനമായും മെയ് 4-നാണ് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത്. ഫലം വന്നതോടെ തന്നെ അത് അന്തിമ രൂപം പ്രാപിക്കുന്നത് സാധാരണയായി 5-നോ 6-നോ ആയിരിക്കും. അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മെയ് 5-ന് തന്നെ സത്യപ്രതിജ്ഞ നടത്തുക എങ്ങനെ സാധ്യമാകുമെന്ന് ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വ്യാപകമായി ട്രോളുകൾക്ക് വിധേയമായി. ചിലർ ഇത് 16-ാം നിയമസഭയ്ക്ക് വേണ്ടിയുള്ള പന്തലാണെന്ന് പരിഹസിക്കുമ്പോൾ മറ്റു ചിലർ അധികാരമൊഴിയുന്നതിന് മുമ്പോ അവസാന രാഷ്ട്രീയ നീക്കമാണെന്നും വിമർശിക്കുന്നു. ഇതിനിടെ ഇടതു മുന്നണിക്ക് 71 മുതൽ 75 സീറ്റുകൾ വരെ ലഭിക്കുമെന്നതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ. എന്നാൽ അതിനപ്പുറം വലിയ ഭൂരിപക്ഷം ആരും അവകാശപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ യഥാർത്ഥ അവസ്ഥ തുറന്നു പറയാൻ പോലും ഭരണ സംവിധാനത്തിനുള്ളിൽ ധൈര്യമുള്ളവർ ഇല്ലെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഭാവിയിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭയവും നിലനിൽക്കുന്നുവെന്നാണ് ആരോപണം. അതേസമയം UDF അധികാരത്തിൽ വന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ധാരണ ചിലർക്കുണ്ടെന്ന വിലയിരുത്തലുകളും ഉയരുന്നു. ഇതിനിടെ സർക്കാർ സംവിധാനത്തിനുള്ളിലെ പ്രവർത്തന മന്ദഗതിയും ചർച്ചയാകുന്നു. ഒരു മന്ത്രിയും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് സജീവമായി എത്തുന്നില്ലെന്ന വിമർശനവും ഉയരുന്നു. പേരിന് പോലും ഭരണമില്ലെന്ന ആരോപണവും ശക്തമാകുന്നു. 10 വർഷം കറണ്ട് കട്ടില്ലെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ വൈദ്യുതി മുടക്കങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യവും വിമർശനങ്ങൾക്ക് ശക്തമാകുന്നു. ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ സർക്കാർ ഒരു ഭരണാവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വിലയിരുത്തലും ശക്തമാകുന്നു. എന്തായാലും ഫലം പുറത്തു വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ രാഷ്ട്രീയ ചൂട് കൂടാൻ കാരണമാകുകയാണ്. കേരളം ഇനി കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്: ഭരണ തുടർച്ചയോ അതോ ഭരണമാറ്റമോ? അവസാന വിധി പറയുന്നത് ജനങ്ങളാണ് ഫലദിനത്തിൽ.